നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജലസംഭരണികൾ സംരക്ഷിച്ച് ഭൂഗർഭജലം സമ്പുഷ്ടമാക്കണമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. PM ശ്രീ വിഷയത്തിൽ കേരള കോൺഗ്രസിന്റെ നിലപാട് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി. ചാട്ടുകുളം നവീകരണത്തിന്റെയും പാറന്നൂർ ചിറ സൗന്ദര്യവൽക്കരണത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ശാസ്ത്ര കൗതുകത്തിന്റെയും സർഗാത്മകമായ കരവിരുതിന്റെയും വിസ്മയ കാഴ്ചകൾക്ക് മിഴി തുറന്നു. തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രമേളയ്ക്ക് ചാവക്കാടും ഗുരുവായൂരിലുമായി തുടക്കമായി. ബുധനാഴ്ച വൈകിട്ട് സമാപന സമ്മേളനത്തിൽ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സമ്മാനദാനം നടത്തും. മഴമേഘങ്ങൾ മാറി നിന്നു. പെരുന്നാളാഘോഷം തിമിർത്തു. താളമേള ഗജവിസ്മയത്തിന്റെ അനുപമ സുന്ദര കാഴ്ചകളൊരുക്കി. അടുപ്പുട്ടി പള്ളി പെരുന്നാളാഘോഷം അവിസ്മരണീയമായി. വെള്ളക്കെട്ടിനെതിരെ റോഡ് ഉപരോധം. ദേശീയപാത മന്ദലാംകുന്ന് സർവീസ് റോഡിലെയും പരിസര പ്രദേശങ്ങളിലെയും വെള്ളക്കെട്ടിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ സമരസമിതി ദേശീയപാത ഉപരോധിച്ചു. വിശദമായ വാർത്തയിലേക്ക്. മഴ കൂടുതലായിട്ടും കേരളം കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തുവരാൻ ജലസംഭരണികൾ സംരക്ഷിക്കുകയും ഭൂഗർഭജലം സമ്പുഷ്ടമാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചാട്ടുകുളം നവീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മഴ കൂടുതൽ ലഭിക്കുന്നത് മാത്രമല്ല 12 മാസമായി ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇറിഗേഷനും ശുദ്ധജലത്തിനും ഇന്ന് തടസ്സങ്ങൾ നേരിടുന്നുള്ളത് നമുക്ക് നേരിട്ടറിയാം. ഭൂഗർഭജലം കുറഞ്ഞു പോകുന്ന പശ്ചാത്തലത്തിൽ ജലസംഭരണികളെ സമ്പുഷ്ടമാക്കി നിർത്തേണ്ടത് ഭാവിയിലേക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഘടകമാണ്. ലോകരാജ്യങ്ങൾക്ക് പരിശോധിച്ചപ്പോൾ ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുള്ളത് 270 കോടി ജനം കുടിവെള്ളം കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. കേരളത്തിനെ മൊത്തം ജനസംഖ്യ 3.5 കോടി കഴിഞ്ഞുള്ളൂ. ആ ജനത്തെ സംരക്ഷിക്കാനാണ് സംസ്ഥാനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്കിടയിലും വലിയ തോതിൽ പണം ചെലവഴിച്ചുകൊണ്ട് ജനകീയ മിഷൻ പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്തത്. ചാട്ടുകുളം പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. മൈനർ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡോക്ടർ PS കോശി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൌൺസിലർമാരായ KK മുരളി, ബിജു C ബേബി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കരാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വർഷങ്ങളായി ചെളി നിറഞ്ഞും കരകൾ ഇടിഞ്ഞും ശോചനീയാവസ്ഥയിലായിരുന്ന ചാട്ടുകുളം AC മൊയ്തീൻ MLAയുടെ ശ്രമഫലമായി 2.69 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. കുന്നംകുളം നഗരത്തിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ അകലെയായി കുന്നംകുളം ഗുരുവായൂർ റോഡിന് സമീപം സ്ഥിതി ചെയ്യുന്ന 4 ഏക്കർ വിസ്തീർണമുള്ള ചാട്ടുകുളം കുന്നംകുളം നഗരസഭയിലെ ജലാശയങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുളത്തിന്റെ ജലസംഭരണശേഷി വീണ്ടെടുക്കുന്നതിനായി അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും നീക്കം ചെയ്യുകയും കുന്നംകുളം ഗുരുവായൂർ റോഡിനോട് ചേർന്നുള്ള പടിഞ്ഞാറുഭാഗം ഒഴികെ 3 വശവും കരിങ്കല്ല് കെട്ടി സംരക്ഷിച്ച് കുളത്തിന്റെ കിഴക്കും തെക്കുഭാഗങ്ങളിൽ കടവുകൾ നിർമ്മിച്ച് നിലവിലുണ്ടായിരുന്ന പടിഞ്ഞാറേ ഭാഗത്തെ കരിങ്കൽ കെട്ട് നിലനിർത്തിക്കൊണ്ടുതന്നെ കോൺക്രീറ്റ് കാന്റിലിവർ നടപ്പാത നിർമ്മിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. കുളത്തിനു ചുറ്റും ടൈൽസ് പാകി നടപ്പാത പണിത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൈവരികൾ പിടിപ്പിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കി ആകർഷകമാക്കിയിട്ടുമുണ്ട്. വിശ്രമത്തിനായി സ്റ്റീൽ ബെഞ്ചുകളും സ്ഥാപിച്ചിട്ടുണ്ട്. കുളത്തിനു ചുറ്റും അലങ്കാര വിളക്കുകളും നിരീക്ഷണ ക്യാമറകളും കൂടി സ്ഥാപിക്കും. ചാട്ടുകുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതോടെ പ്രദേശത്തെ ജലലഭ്യത ഉറപ്പുവരുത്തുവാനും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കഴിയും. വിനോദസഞ്ചാരികൾക്ക് നയനമനോഹരമായ കാഴ്ച സമ്മാനിക്കാനും സാധിക്കും. ജലസ്രോതസ്സിനെ സംരക്ഷിക്കുന്നതോടൊപ്പം പ്രദേശത്തെ ടൂറിസം വികസനത്തിനായി വലിയൊരു പാത സൃഷ്ടിക്കുക കൂടിയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ശാസ്ത്ര കൗതുകത്തിന്റെയും സർഗാത്മകമായ കരവിരുതിന്റെയും വിസ്മയ കാഴ്ചകൾക്ക് മിഴി തുറന്നു. തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രമേളയ്ക്ക് ചാവക്കാടും ഗുരുവായൂരിലുമായി തുടക്കമായി. ബുധനാഴ്ച വൈകിട്ട് സമാപന സമ്മേളനത്തിൽ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സമ്മാനദാനം നടത്തും. 15ാമത് തൃശൂർ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിനും കേരള സ്കൂൾ സ്കിൽ ഫെസ്റ്റിവലിനും തുടക്കം കുറിച്ച് മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NK അക്ബർ MLA വെള്ളത്തിൽ ദീപം തെളിയിച്ചും ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തിയും ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു.
ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, ചാവക്കാട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, വാർഡ് കൌൺസിലർ ബേബി ഫ്രാൻസിസ്, P. നവീന, D. ശ്രീജ, ഡോക്ടർ NJ ബിനോയ്, HSS വിഭാഗം അക്കാദമിക് കോർഡിനേറ്റർ TM ലത തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ശാസ്ത്രമേളയുടെ ലോഗോ തയ്യാറാക്കിയ പൂവത്തുംകടവിൽ PK മുജീബ് റഹ്മാനെ ഉപഹാരം നൽകി ആദരിച്ചു. ഗണിതശാസ്ത്രമേള, IT മേള, സാമൂഹ്യശാസ്ത്രമേള എന്നിവ മമ്മിയൂർ LFCG HSSലും, ശാസ്ത്രമേള MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലും, പ്രവൃത്തി പരിചയമേള ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലും, സ്കിൽ ഫെസ്റ്റിവൽ ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടക്കുന്നത്. സ്കിൽ ഫെസ്റ്റിവലിൽ 52 സ്കൂളുകളിൽ നിന്നായി 500ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. മേളയുടെ സമാപന സമ്മേളനം ബുധനാഴ്ച വൈകിട്ട് മണലൂർ MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയാകും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS സമ്മാനദാനം നിർവഹിക്കും. കലയുടെ ലോകത്ത് പരിമിതികളെ പിന്നിലാക്കുകയാണ് സൗരവ്. ജില്ലാ ശാസ്ത്രോത്സവത്തിൽ മണ്ണാമ്പേട്ട മാതാ HSനെ പ്രതിനിധീകരിച്ച് ഡിജിറ്റൽ പെയിന്റിംഗ് മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ സൗരവ്. അധ്യാപികയായ VR സതി രവീന്ദ്രൻ ദമ്പതികളുടെ ഏകമകനാണ്. ജനന സമയത്തു തന്നെ ക്ലബ് ഫുട്ട് എന്ന അസുഖം ബാധിച്ചു. ഇരുകാലുകളും നിവർത്താൻ സാധിക്കാത്തതിനാൽ നടക്കാൻ കഴിയില്ല. പഠനത്തിൽ മിടുക്കനായ വിദ്യാർത്ഥിക്ക് വരയോടും ഇഷ്ടമുണ്ടെന്ന് കണ്ടെത്തിയത് സൗരവിന്റെ ഡ്രോയിംഗ് ടീച്ചറാണ്. കഴിഞ്ഞ വർഷം ചേർപ്പ് ഉപജില്ലയിൽ UP വിഭാഗം ഡിജിറ്റൽ പെയിന്റിംഗ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരുന്നു. ഈ വർഷം ഹൈസ്കൂൾ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടി തന്റെ സ്കൂളിനു വേണ്ടി ജില്ലയിൽ വീണ്ടും മത്സരിക്കാനെത്തി. സൂപ്പർ മാർക്കറ്റ് എന്ന വിഷയത്തിൽ സഹമത്സരാർത്ഥികളോടൊപ്പം മത്സരം പൂർത്തീകരിക്കുകയും ചെയ്തു. പരിമിതികളെ മറികടന്ന് കലയുടെ ലോകത്ത് കൂടുതൽ മുന്നേറാനുള്ള നിശ്ചയദാർഢ്യത്തിലാണ് സൗരവ്. 1.5 പൊക്കമാണ് ഈ ട്രോഫിക്ക്. തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിനെത്തിയ പലരുടെയും കണ്ണിലുടക്കിയത് 6 അടിയോളം പൊക്കമുള്ള ഒരു ട്രോഫിയാണ്. ശാസ്ത്രോത്സവത്തിലെ വിജയികൾക്ക് നൽകാൻ നിരത്തിയിരിക്കുന്ന ട്രോഫികളിലാണ് ഉയരം കൊണ്ടും വലിപ്പം കൊണ്ടും ഈ ട്രോഫി വേറിട്ട് നിൽക്കുന്നത്. ജില്ലാ ശാസ്ത്രോത്സവത്തിൽ HSS വിഭാഗം ഗണിതമേളയിൽ ബെസ്റ്റ് സ്കൂൾ ചാമ്പ്യൻഷിപ്പ് നേടുന്ന സ്കൂളിനെ ഏർപ്പെടുത്തിയതാണ് ഇത്രയും പൊക്കമുള്ള ട്രോഫി. 2022ലാണ് കൊടുങ്ങല്ലൂർ K. ബിന്ദു ടീച്ചർ സ്മാരക സമിതി ഈ എവർ റോളിംഗ് ട്രോഫി ഗണിതത്തിൽ മികച്ചു നിൽക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിനായി ഏർപ്പെടുത്തിയത്. ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയായ മമ്മിയൂർ LFCG HSലാണ് ട്രോഫികൾ സൂക്ഷിച്ചിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിലെ 40 ലക്ഷം കുടുംബങ്ങളിൽ ശുദ്ധജലം എത്തിക്കാൻ കഴിയുന്നുവെന്നത് പ്രധാന നേട്ടമാണെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചൂണ്ടൽ പഞ്ചായത്തിലെ 3ാം വാർഡിൽ പാറന്നൂർ ചിറ സൗന്ദര്യവൽക്കരണത്തിന്റെയും ഡോക്ടർ രാധാകൃഷ്ണ കൈമാൾ ഹാപ്പിനെസ് പാർക്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജലസേചനത്തിനെന്നതുപോലെ തന്നെ കുടിവെള്ളവും എല്ലാ വീടുകളിലും വേണം. മഴയ്ക്ക് ഒരു കുറവുമില്ലെങ്കിലും നല്ല കുടിവെള്ളമില്ലാത്ത അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഉപരിതലത്തിലെ വെള്ളമെടുത്ത് പരിശോധിച്ചാൽ അവിടെയെല്ലാം മനുഷ്യവിസർജ്യ ഘടകം ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇത് ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്ത വെള്ളം എല്ലായിടത്തും കിട്ടണം എന്നത് ഇടത് സർക്കാർ എടുത്ത പ്രധാന തീരുമാനമാണ്. എല്ലാവർക്കും നല്ല ശുദ്ധജലം അത് ട്രീറ്റ് ചെയ്തു കൊടുക്കണമെന്നത് ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ പദ്ധതി പൂർത്തീകരിക്കാനായും നല്ലവണ്ണം ശ്രമിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ വരുമ്പോൾ കേരളത്തിൽ 17 ലക്ഷം ഗ്രാമീണ കുടുംബങ്ങളിൽ മാത്രമാണ് നല്ല ശുദ്ധജലം നൽകാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ 3.5 വർഷക്കാലം കൊണ്ട് 17 ലക്ഷം എന്നുള്ളത് ഇന്ന് കേരളത്തിലെ 40 ലക്ഷം കുടുംബങ്ങളിൽ ട്രീറ്റ് ചെയ്ത വെള്ളം എത്തിച്ചുകൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നും ശേഷിച്ച കുടുംബങ്ങളിലേക്കുള്ള യാത്ര തുടരുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എല്ലാവർക്കും നല്ല ശുദ്ധജലം അത് ട്രീറ്റ് ചെയ്ത് കൊടുക്കണം. ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ ആ പദ്ധതി പൂർത്തീകരിക്കാനായി നല്ലവണ്ണം ശ്രമിച്ചു. ഈ ഗവൺമെൻറ് വരുമ്പോൾ കേരളത്തിൽ 17 ലക്ഷം ഗ്രാമീണ കുടുംബങ്ങളിൽ മാത്രമാണ് നല്ല ശുദ്ധജലം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. അല്ലാത്തടത്ത് വെള്ളമില്ലെന്നല്ല, കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട്, വിവിധ രീതിയിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ട്രീറ്റ് ചെയ്ത വെള്ളം ടാപ്പിലെത്തിയത് 17 ലക്ഷം കുടുംബങ്ങളിലായിരുന്നു 60 വർഷക്കാലം കൊണ്ട്. എന്നാൽ കഴിഞ്ഞ 3.5 വർഷക്കാലം കൊണ്ട് 17 ലക്ഷം എന്നുള്ളിടത്ത് ഇന്ന് കേരളത്തിൽ 40 ലക്ഷം കുടുംബങ്ങളിൽ വെള്ളം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ശേഷിച്ച കുടുംബങ്ങളിലേക്കുള്ള യാത്ര തുടരുകയാണ്. എല്ലാ മന്ത്രിമാരുടെയും ഓഫീസിൽ കയറിയിറങ്ങുന്ന കേരളത്തിലെ ചുരുക്കം ചില MLA-മാരിൽ ഒരാളാണ് മുരളി പെരുന്നെല്ലി. അതിന്റെ നേട്ടവും പച്ചപ്പുമൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നതെന്നും റോഷി അഗസ്റ്റിൻ കൂട്ടിച്ചേർത്തു. എല്ലാ മന്ത്രിമാരുടെ ഓഫീസിൽ കയറി ഇറങ്ങുന്ന കേരളത്തിലെ ചുരുക്കം MLA-മാരിൽ ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ശ്രീ മുരളി എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. അതിൻ്റെ നേട്ടവും അതിൻ്റെ പച്ചപ്പും ഒക്കെയാണ് ഈ കാണാൻ കഴിയുന്നതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
ചിറ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജൂലറ്റ് ബിനു, സുനിത ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TA മുഹമ്മദ് ഷാഫി, കെൽ ചെയർമാൻ PK രാജൻ മാസ്റ്റർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ MB പ്രവീൺ, M പീതാംബരൻ, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓപ്പൺ ജിം, കുട്ടികളുടെ പാർക്ക്, കഫ്റ്റീരിയ, ടോയ്ലറ്റ് ബ്ലോക്ക്, സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച സംരക്ഷണവേലി, ചിറയുടെ നവീകരണം തുടങ്ങിയ പ്രവൃത്തികളാണ് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സജ്ജമാക്കിയിട്ടുള്ളത്. PM ശ്രീ വിഷയത്തിൽ കേരള കോൺഗ്രസിന്റെ നിലപാട് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാറന്നൂർ ചിറ സൗന്ദര്യവൽക്കരണത്തിന്റെയും രാധാകൃഷ്ണ കൈമാൾ ഹാപ്പിനെസ് പാർക്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പാർട്ടിയുടെ കാര്യങ്ങളും നിലപാടും പറയാനുള്ള ആധികാരികതയുള്ളത് ചെയർമാനാണ്. PM ശ്രീ അത്ര വലിയൊരു വിവാദ വിഷയമായി താൻ വ്യക്തിപരമായി കാണുന്നില്ല. ഇത്തരം വിഷയങ്ങളൊക്കെ മുന്നണിയിൽ ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്യുവാനും പരിഹരിക്കപ്പെടാനും വേണ്ടിയുള്ള സമയങ്ങളും ഉണ്ടാകും എന്നുള്ളതല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇതിന്റെ പേരിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ല. സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുക തന്നെ ചെയ്യും. ഗവൺമെന്റിനെയും മുന്നണി ബന്ധങ്ങളെയും സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ആശങ്കയും ഉണ്ടാകേണ്ടതില്ല. അതെല്ലാം ചർച്ചയിലൂടെ രമ്യമായ രീതിയിൽ പരിഹരിച്ചു പോകുന്ന അന്തരീക്ഷമാണ് കേരളത്തിൽ ഉള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. PMC വിവാദം CPI അടഞ്ഞു നിൽക്കുന്ന ഒരു സാധനം സത്യത്തിൽ അതിന്റെ LDF ചർച്ച ചെയ്തില്ല എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിന്റെ പാർട്ടിയുടെ നിലപാട് ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ കാര്യങ്ങൾ ചെയർമാനാണ് അത് പറയാനുള്ള ആധികാരികതയുള്ളത്. ഇതങ്ങനെ ഒരു വലിയ വിവാദ വിഷയമായി ഞാൻ വ്യക്തിപരമായിട്ട് കാണുന്നില്ല. ഇത്തരം വിഷയങ്ങളൊക്കെ മുന്നണി ചർച്ച ചെയ്യും. ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചർച്ച ചെയ്യപ്പെടാനും പരിഹരിക്കാനും വേണ്ടി വരുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇതിന്റെ പേര് യാതൊരു പ്രശ്നവും നിലവിലുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണല്ലോ കാണേണ്ടത്. ഇന്നിപ്പോൾ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചാണല്ലോ ഉള്ളത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, മുന്നണി ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾക്കുള്ള ഒരു ആശങ്കയും ഉണ്ടാവേണ്ടതില്ല. അതൊക്കെ ചർച്ചയിലൂടെ രമ്യമായി പരിഹരിച്ചു പോകത്ത അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. മഴമേഘങ്ങൾ മാറി നിന്നു. പെരുന്നാളാഘോഷം തിമിർത്തു. താളമേള ഗജവിസ്മയത്തിന്റെ അനുപമ സുന്ദര കാഴ്ചകളൊരുക്കി അടുപ്പുട്ടി പള്ളി പെരുന്നാളാഘോഷം അവിസ്മരണീയമായി. കാലാവസ്ഥാ പ്രവചനവും തുലാമഴയുടെ പെയ്ത്തും രാത്രി പകൽ പെരുന്നാളുകളെ അശേഷം ബാധിച്ചില്ല. ദേവാലയത്തിനകത്ത് ശുശ്രൂഷകൾ നടക്കുമ്പോൾ പുറത്ത് മഴ തിമിർത്തെങ്കിലും ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകളുടെ സമയമാകുമ്പോഴേക്കും മഴ പൂർണ്ണമായും മാറി നിന്നു. അടുപ്പുട്ടിയുടെ അദൃശ്യനായ കാവൽ പിതാവ് മാർ ഓസിയോ താപസിക്ക് ഭക്ത്യാദരപൂർവ്വം വാഴ്ചകളേന്തി നടത്തുന്ന പെരുന്നാൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. തിങ്കളാഴ്ച രാത്രി 7-ന് സന്ധ്യാനമസ്കാരം, പള്ളിനട കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം, തുടർന്ന് ശ്ലൈഹിക വാഴ്വ്, ശേഷം നേർച്ച വിതരണവും നടന്നു. 9 മണിയോടെ രാത്രി പെരുന്നാളാഘോഷം തുടങ്ങി. പ്രധാന ദേവാലയത്തിൽ നിന്നും അനുബന്ധ കുരിശുപള്ളികളിൽ നിന്നും എഴുന്നള്ളിപ്പുകൾ തുടങ്ങി. പുലർച്ചെയോടെ സമാപിച്ചു. പെരുന്നാൾ ദിനമായ ചൊവ്വാഴ്ച രാവിലെ 7:30-ന് പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, ആശീർവാദം, നേർച്ച എന്നിവയുമുണ്ടായി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത പ്രധാന കാർമ്മികത്വം വഹിച്ചു. ഉച്ചയോടെ പകൽ പെരുന്നാളാഘോഷം ആരംഭിച്ച് നാട്ടുപ്രദക്ഷിണം നടത്തി നിശ്ചയിച്ച സമയത്ത് പള്ളിയിലെത്തി സമാപിച്ചു. മുത്തുക്കുടകൾ, വൈവിധ്യമേറിയ വാദ്യങ്ങൾ, വമ്പന്മാരായ കൊമ്പന്മാർ എന്നിവയുമായി 43 പ്രാദേശിക കമ്മിറ്റികൾ പെരുന്നാളാഘോഷം അവിസ്മരണീയമാക്കി. നാട്ടാന പരിപാലന ചട്ടം പാലിച്ച് തെരഞ്ഞെടുത്ത 25 ഗജവീരന്മാരാണ് കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നത്. വൈകിട്ട് 4:30 മുതലാണ് ആവേശം തീർത്ത കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നത്. വൈകിട്ട് 6 മണിക്ക് ധൂപ പ്രാർത്ഥനയോടുകൂടി ആഘോഷത്തിന് സമാപനമായി. ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ്, ട്രസ്റ്റി PK പ്രചോദ്, സെക്രട്ടറി ബാബു ഇട്ടൂപ്പ്, ഭരണസമിതി, പെരുന്നാൾ സഹായ കമ്മിറ്റികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുന്നാൾ CCTV പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്തു.
കൊമ്പൻ കൊണാർക്ക് കണ്ണൻ ചെരിഞ്ഞു. ഇന്ന് രാവിലെ 8 മണിയോടെ തെക്കേപ്പുറത്തുള്ള കെട്ടുംതറിയിൽ വെച്ചാണ് അന്ത്യം. കുറച്ചു നാളുകളായി എരണ്ടക്കെട്ട് ഉൾപ്പെടെയുള്ള അസുഖങ്ങളുമായി കഴിയുകയായിരുന്നു. മരുന്നുകളോടും പ്രതികരിച്ചിരുന്നില്ല. കുന്നംകുളം സ്വദേശി ബിനോയ് കൊണാർക്കിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആന. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. AC മൊയ്തീൻ MLAയുടെ ശ്രമഫലമായി സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 4,20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 12 മീറ്റർ വീതിയിലും 3 സ്പാനുകളോടുകൂടി ആകെ 36 മീറ്റർ നീളവും പാലത്തിന്റെ ഒരു വശത്ത് 1.50 മീറ്റർ വീതിയുള്ള നടപ്പാതയും 7.50 മീറ്റർ വീതിയുള്ള കാരേജ് വേയും നിർമ്മിക്കും. മഴക്കാലത്ത് സ്ഥിരമായി ജലനിരപ്പ് ഉയരുന്ന സ്ഥലമായതിനാൽ സബ്മേഴ്സിബിൾ പാലമായാണ് നിർമ്മാണം നടത്തുന്നത്. പാലത്തിന്റെ ഇരുവശങ്ങളിലും സിമന്റ് കോൺക്രീറ്റ് കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി കെട്ടി ഇരുവശവും ടൈൽ വിരിച്ച് അപ്രോച്ച് നിർമ്മിക്കും. ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷനായി. പാലം നിർമ്മാണത്തിന് 1.5 സെന്റ് സ്ഥലം വിട്ടുനൽകിയ പ്രഭാകരനുള്ള മൊമെന്റോ ഹരിദാസൻ ഏറ്റുവാങ്ങി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഡോക്ടർ VC ബിനോജ്, സപ്ന റഷീദ്, പഞ്ചായത്ത് മെമ്പർമാരായ വിമല നാരായണൻ, MK ജോസ്, MC ഐജു, CPM ലോക്കൽ സെക്രട്ടറി PC അബാൽമണി, BJP നേതാവ് അഭിലാഷ് തയ്യൂർ തുടങ്ങിയവർ സംസാരിച്ചു. 2.5 കോടി രൂപ മുടക്കി പഴവൂർക്കുള്ള റോഡ്, വേലൂർ പഞ്ചായത്തിലെ നെല്ലുവായി നിന്ന് ആരംഭിച്ച് പഴവൂർക്കുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനവും അധികം വൈകാതെ നമുക്ക് തുടങ്ങാനാവും മഴ പോയ എന്നുള്ള സന്തോഷ വർത്തമാനവും കൂടി ഞാൻ അറിയിക്കുക. 2 കാര്യങ്ങളാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ 7 കോടിയുടെ വർക്ക്. ഒന്ന് ഇതും, ഒന്ന് വെള്ളറക്കാട് മുതൽ തിപ്പലശ്ശേരിക്ക് പോകുന്ന ഒരു കണക്റ്റഡ് റോഡ്, പഞ്ചായത്തിന്റെ റോഡുമാണ്. അപ്പോൾ ഈ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. എരുമപ്പെട്ടിയിലെ LP സ്കൂളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ വികൃതമായി നിർമ്മിച്ചതിനെതിരെ പ്രതിഷേധം തുടരുന്നു. ഗാന്ധിയെ അപമാനിച്ച ഗുരുവായൂർ നഗരസഭാ ഭരണ നേതൃത്വത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. നഗരസഭാ ചെയർമാന്റെ പ്രസ്താവന പ്രകാരം ജനമനസ്സുകളിലെ ഗാന്ധി പ്രതിമയാക്കി മാറ്റുന്നതുവരെ നിലവിലെ പ്രതിമ കാഴ്ചക്കാരിൽ നിന്ന് മറയ്ക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി. മണ്ഡലം പ്രസിഡന്റ് KK രജിത്ത്, നിയോജക മണ്ഡലം സെക്രട്ടറി VS നവനീത്, നഗരസഭാ കൗൺസിലർ ജീഷ്മ സുജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. ഗാന്ധിജിയോടുള്ള അനാദരവ് പരിഹരിക്കുവാൻ നഗരസഭ അടിയന്തര നടപടിയെടുക്കണമെന്ന് BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു. നഗരസഭാ ചെയർമാനെതിരെ പ്രതികരിക്കാതെ കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ സംഘപരിവാറിനെതിരെ കള്ളപ്രചരണവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഗാന്ധിജിയുടെ രൂപം വികലമാക്കിയത് സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താനാണെന്ന പ്രതാപന്റെ വാദം രാഷ്ട്രീയ പാപ്പരത്തമാണ് സൂചിപ്പിക്കുന്നതെന്നും അവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റിയും പെരുമ്പിലാവ് കുടുംബാരോഗ്യ കേന്ദ്രവും കടവല്ലൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്നേഹസ്പർശം പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം നടത്തി. പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടും IMA പ്രസിഡന്റുമായ ഡോക്ടർ താജ് പോൾ പനക്കൽ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയകുമാർ പൂളയ്ക്കൽ, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷ്, പഞ്ചായത്ത് അംഗം ഹക്കിം, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷാനിബ, മെഡിക്കൽ ഓഫീസർ ശ്രീകാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പാലിയേറ്റീവ് രോഗികൾക്കായി 100 ടേബിൾ ഫാൻ, രക്തസമ്മർദ്ദം നോക്കുന്നതിനാവശ്യമായ 28 ഡിജിറ്റൽ BP മോണിറ്റർ, പ്രമേഹം നോക്കുന്നതിനാവശ്യമായ 24 ഗ്ലൂക്കോമീറ്റർ എന്നിവ വിതരണം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ RSS അജണ്ട നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന PM ശ്രീ പദ്ധതി ഒപ്പുവെച്ച് കേരളത്തിന്റെ മതേതര പൈതൃകത്തിന് പോറൽ ഏൽപ്പിച്ച LDF സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് UDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കേച്ചേരി സെന്ററിൽ നടന്ന പ്രതിഷേധം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം സാദിഖ് പട്ടിക്കര, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി VU മുസ്തഫ, കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം CT പോൾ, ജില്ലാ കമ്മിറ്റി അംഗം നസീർ കേച്ചേരി, CMP ഏരിയ സെക്രട്ടറി KS ബെന്നി എന്നിവർ നേതൃത്വം നൽകി.
മഴ കനത്തതോടെ തോടുകൾ നിറഞ്ഞൊഴുകുന്നത് കോൾ കർഷകർക്ക് തിരിച്ചടിയാകുന്നു. പാടശേഖരങ്ങളിൽ കൃഷി ഇറക്കാനായി വറ്റിച്ച ഭാഗങ്ങളിൽ വീണ്ടും വെള്ളം നിറഞ്ഞു. ഇതോടെ കൃഷി ഇറക്കൽ വൈകുമെന്ന ആശങ്കയിലാണ് കർഷകർ. പല കോൾപ്പടവുകളിലും ഒക്ടോബർ ആദ്യവാരത്തിൽ പമ്പിംഗ് തുടങ്ങിയിരുന്നു. വെള്ളം വറ്റിയ ഭാഗങ്ങളിൽ ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിക്കുകയും ചെയ്തു. എന്നാൽ ഒരാഴ്ചയായി പെയ്യുന്ന കനത്ത മഴ കർഷകരെ വലച്ചു. തോട് നിറഞ്ഞൊഴുകുന്നതോടൊപ്പം വെള്ളം ഊർന്നിറങ്ങുന്നതും തിരിച്ചടിയായി. മഴ കുറയുന്ന മുറയ്ക്ക് കൂടുതൽ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം അതിവേഗത്തിൽ വറ്റിക്കാനുള്ള പരിശ്രമത്തിലാണ് കർഷകർ. യുവമോർച്ച നേതാവ് പുന്നയൂർകുളം പെരിയമ്പലം മണികണ്ഠൻ വധക്കേസിൽ രണ്ടാം പ്രതിയായ NDF പ്രവർത്തകനെ കോടതി വെറുതെ വിട്ടു. NDF പ്രവർത്തകനായ ചാവക്കാട് കടപ്പുറം പുതിയങ്ങാടി കീപ്പാട്ട് നസ്രുള്ള തങ്ങളെയാണ് തൃശൂർ ഫാസ്റ്റ് അഡീഷണൽ സെഷൻ ജഡ്ജ് K. കമനീസ് കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടത്. കേസിലെ പ്രധാന സാക്ഷികളായ 2 പേർ കൂറുമാറി. 2004 ജൂൺ 12 വൈകിട്ട് 5:30 പെരിയമ്പലം ക്ഷേത്രത്തിനും അണ്ടത്തോട് സെന്ററിനുമിടയിൽ വെച്ചാണ് യുവമോർച്ച ഗുരുവായൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയായിരുന്ന പെരിയമ്പലം പൊന്നോത്ത് കുഞ്ഞുമോൻ മകൻ മണികണ്ഠൻ വെട്ടും കുത്തുമേറ്റ് മരിച്ചത്. 28 വയസ്സായിരുന്നു. കേസിലെ 1-ാം പ്രതി പനന്തറ വലിയകത്ത് ഖലീലിനെ 2021 ജീവപര്യന്തം കഠിന തടവിന് കോടതി ശിക്ഷിച്ചിരുന്നു. പ്രതികൾക്ക് വേണ്ടി തൃശൂർ ബാറിലെ സീനിയർ അഭിഭാഷകനായ PP ഹാരിസ്, യഹിയ എന്നിവർ ഹാജരായി. കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാളിന് കൊടിയേറി. നവംബർ 2, 3 തീയതികളിലായാണ് പെരുന്നാൾ ആഘോഷം. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ കൊടിയേറ്റം നടത്തി. നവംബർ 2 വൈകിട്ട് സന്ധ്യാ നമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം എന്നിവയുണ്ടാകും. രാത്രി ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകളും നടക്കും. 3-ാം തീയതി രാവിലെ 8:30 പള്ളിയിൽ 3-ന്മേൽ കുർബാനയുണ്ടാകും. ഉച്ചയോടെ ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് സമാപിക്കും. 4:45 പ്രദക്ഷിണം, ആശീർവാദം എന്നിവയ്ക്ക് ശേഷം പൊതുസദ്യയും ഒരുക്കിയിട്ടുണ്ട്. പെരുന്നാളിന് വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ, സഹവികാരി ഫാദർ ഗീവർഗീസ് കെ. വിൽസൺ, ട്രസ്റ്റി PC റെജിമോൻ, സെക്രട്ടറി റോഷിൻ P. ജെയിംസ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി UDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ വെച്ച് നടന്ന പ്രവർത്തക കൺവെൻഷൻ KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി സിജു പാവർട്ടി, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, മുസ്ലിം ലീഗ് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് മാസ്റ്റർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി VU മുസ്തഫ, കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം CT പോൾ, ജില്ലാ കമ്മിറ്റി അംഗം നസീർ കേച്ചേരി, CMP ഏരിയ സെക്രട്ടറി KS ബെന്നി എന്നിവർ സംസാരിച്ചു. ദേശീയപാത മന്ദലാംകുന്ന് സർവീസ് റോഡിലെയും പരിസര പ്രദേശങ്ങളിലെയും വെള്ളക്കെട്ടിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ സമരസമിതി ദേശീയപാത ഉപരോധിച്ചു. വൈകിട്ട് 5:15 തുടങ്ങിയ ഉപരോധം 20 മിനിറ്റോളം നീണ്ടതോടെ ദേശീയപാതയുടെ ഇരു സർവീസ് റോഡിലും കിലോമീറ്ററോളം ദൂരത്തിൽ വാഹനങ്ങൾ കുടുങ്ങി. വടക്കേക്കാട് പോലീസ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ദേശീയപാതയുടെ നിർമ്മാണം ഭാഗികമായി പൂർത്തിയായതു മുതൽ തുടങ്ങിയതാണ് മന്ദലാംകുന്ന് പ്രദേശത്തെ വെള്ളക്കെട്ട്. 2 ദിവസത്തെ മഴയിൽ 40ഓളം വീടുകൾ വെള്ളത്തിലാണ്. കഴിഞ്ഞ 4-ന് MLAയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വിവിധ നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും പ്രാവർത്തികമായില്ല. കഴിഞ്ഞ 10-നകം റിപ്പോർട്ട് നൽകാനും ഒക്ടോബർ 20ഓടെ പണി തുടങ്ങുമെന്നും അറിയിച്ചെങ്കിലും ഒന്നും ഉണ്ടായില്ല. ഇതിനിടെ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വെള്ളം കയറിയതോടെ പ്രദേശവാസികൾ സമരവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. ബദർപള്ളി അടിപ്പാതയുടെ ഇരുവശത്തെ സർവീസ് റോഡാണ് ഉപരോധിച്ചത്. വാർഡ് മെമ്പർ ആലത്തയിൽ മൂസ ഉദ്ഘാടനം ചെയ്തു. മുസ്തഫ കമാൽ അധ്യക്ഷനായി. V. യഹിയ, MK അബൂബക്കർ, യൂനസ് ചക്കോലയിൽ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 55 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മങ്ങാട് സബ് സെന്ററിന്റെ ഉദ്ഘാടനം MP K. രാധാകൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ, ബ്ലോക്ക് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, അംഗങ്ങളായ MK ജോസ്, മാഗി അലോഷ്യസ്,
NP അജയൻ, KB ബബിത, സ്വപ്ന പ്രദീപ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി തുടങ്ങിയവർ പങ്കെടുത്തു. കരിക്കാട് പട്ടിമുറി ബാലനരസിംഹ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി നൽകിവരുന്ന ബാലനരസിംഹ മുദ്ര പുരസ്കാരത്തിന് യുവ മദ്ദള കലാകാരൻ കടവല്ലൂർ സഞ്ജയൻ അർഹനായി. MP സുരേന്ദ്രൻ, കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, കക്കാട് രാജപ്പൻ മാരാർ, സദനം ഭരതരാജൻ എന്നിവരുൾപ്പെട്ട ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. നവംബർ 2-ന് ഏകാദശി ദിവസം പുരസ്കാരം സമ്മാനിക്കും. തുടർന്ന് പഞ്ചവാദ്യത്തോടെ വിളക്കെഴുന്നള്ളിപ്പും നടക്കും. ഗുരുവായൂർ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളി പാമ്പ് കടിയേൽക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. താൽക്കാലിക ജീവനക്കാരി ലത വേലായുധനാണ് ജോലിക്കിടെ പാമ്പ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. സഹപ്രവർത്തക KK വാസന്തിക്കൊപ്പം കാരക്കാട് സ്കൂൾ റോഡിൽ റോഡരികിലെ പുല്ല് വൃത്തിയാക്കുന്നതിനിടെ ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. റോഡിലേക്ക് ചാഞ്ഞു കിടന്നിരുന്ന വള്ളിപ്പടർപ്പ് പിടിച്ച് വലിച്ചതായിരുന്നു. വള്ളിയിൽ തൊട്ടതോടെ ഇതിലുണ്ടായിരുന്ന 1.5 അടി നീളമുള്ള മൂർഖൻ കുഞ്ഞ് പത്തി വിടർത്തി ചീറ്റി. പെട്ടെന്ന് കൈവലിച്ചതിനാൽ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. ഉടൻ തന്നെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. ഇവരുടെ നിർദ്ദേശപ്രകാരം സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എത്തി പാമ്പിനെ പിടികൂടി. പാമ്പിനെ പിന്നീട് വനം വകുപ്പിന് കൈമാറി. പുന്നൂർക്കുളം പഞ്ചായത്ത് 13-ാം വാർഡ് കടിക്കാട് ദ്വാരക റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്തിലെ വാർഷിക പദ്ധതി പ്രകാരം 3 ഘട്ടങ്ങളിലായി 26 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പണി പൂർത്തീകരിച്ചത്. വാർഡ് മെമ്പർ ഇന്ദിര പ്രഭുലൻ, TK ലക്ഷ്മണൻ, സീന, ശാന്തി, ബാബു, മോഹനൻ, നിമൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കർഷക തൊഴിലാളി യൂണിയൻ പഴഞ്ഞി വില്ലേജ് കമ്മിറ്റി ആത്മാഭിമാന സംഗമം നടത്തി. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ്, ലൈഫ് മിഷൻ വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യവുമായി ക്രസന്റ് കോളേജ് ഹാളിൽ നടന്ന സംഗമത്തിന്റെ ഉദ്ഘാടനം കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AA മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KSKTU ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, ജോയിന്റ് സെക്രട്ടറി NK ഹരിദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മിൻചോറിനി, ബിന്ദു മനോഹരൻ എന്നിവർ സംസാരിച്ചു. ലൈഫ് പദ്ധതിയിൽ വീട് ലഭിച്ചവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുമായി 200ഓളം പേർ പങ്കെടുത്ത സംഗമത്തിന് KSKTU വില്ലേജ് സെക്രട്ടറി KK സുനിൽകുമാർ സ്വാഗതവും ബിന്ദു മനോഹരൻ നന്ദിയും പറഞ്ഞു. ജപ്പാൻ ട്രഡീഷണൽ കരാത്തെ അസോസിയേഷനിൽ നിന്ന് ഹൻഷി ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി അഡ്വക്കേറ്റ് KS മനോജ്. ഞമനേങ്ങാട് ബോധിധർമ്മ JTK ഇന്ത്യ ഡയറക്ടറും ചീഫ് ഇൻസ്ട്രക്ടറുമാണ് അഡ്വക്കേറ്റ് KS മനോജ്. കരാത്തയുടെ പാരമ്പര്യവും മൂല്യങ്ങളും ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിൽ നൽകിയ ദീർഘകാല സേവനവും സമർപ്പണവുമാണ് അന്താരാഷ്ട്ര അംഗീകാരത്തിന് അർഹനാക്കിയത്. ഒക്ടോബർ 17 മുതൽ 19 വരെ ജപ്പാനിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സെമിനാറിൽ വെച്ചാണ് ബഹുമതി ലഭിച്ചത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,225 രൂപ, പവന് 89,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 162 രൂപ. ചരമം വേലൂർ കുറുമാൽ നാരങ്ങാവളപ്പിൽ K ബാലകൃഷ്ണൻ നായർ നിര്യാതനായി. 94 വയസ്സായിരുന്നു. തങ്കം എന്ന ലക്ഷ്മിക്കുട്ടിയാണ് ഭാര്യ. പ്രസന്ന, രാജൻ, സുരേഷ്, പ്രസീന എന്നിവർ മക്കളാണ്. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2-ന് വീട്ടുവളപ്പിൽ നടക്കും. കടപ്പുറം തൊട്ടാപ്പിൽ പുളിഞ്ചോട്ടിൽ താമസിച്ചിരുന്ന നിലവിൽ മാട്ടുമൽ താമസിക്കുന്ന ആരി ഗോപാലകൃഷ്ണൻ നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബിന്ദുവാണ് ഭാര്യ. മിത്ര, പ്രിയ, ദീപു എന്നിവർ മക്കളാണ്. കുന്നംകുളം കാണിയാബാൽ മനന്തൻവളപ്പിൽ പരേതനായ ബാലൻ ഭാര്യ ശാന്ത നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം നഗരസഭ വാതക ശ്മശാനത്തിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജലസംഭരണികൾ സംരക്ഷിച്ച് ഭൂഗർഭജലം സമ്പുഷ്ടമാക്കണമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. PM ശ്രീ വിഷയത്തിൽ കേരള കോൺഗ്രസിന്റെ നിലപാട് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി. ചാട്ടുകുളം നവീകരണത്തിന്റെയും പാറന്നൂർ ചിറ സൗന്ദര്യവൽക്കരണത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു.
കൗതുകത്തിന്റെയും സർഗാത്മകമായ കരവിരുതിന്റെയും വിസ്മയ കാഴ്ചകൾക്ക് മിഴി തുറന്നു. തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രമേളയ്ക്ക് ചാവക്കാടും ഗുരുവായൂരിലുമായി തുടക്കമായി. ബുധനാഴ്ച വൈകിട്ട് സമാപന സമ്മേളനത്തിൽ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സമ്മാനദാനം നടത്തും. മഴമേഘങ്ങൾ മാറി നിന്നു. പെരുന്നാളാഘോഷം തിമിർത്തു. താളമേള ഗജവിസ്മയത്തിന്റെ അനുപമ സുന്ദര കാഴ്ചകളൊരുക്കി അടുപ്പുട്ടി പള്ളി പെരുന്നാളാഘോഷം അവിസ്മരണീയമായി. വെള്ളക്കെട്ടിനെതിരെ റോഡ് ഉപരോധം. ദേശീയപാത മന്ദലാംകുന്ന് സർവീസ് റോഡിലെയും പരിസര പ്രദേശങ്ങളിലെയും വെള്ളക്കെട്ടിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ സമരസമിതി ദേശീയപാത ഉപരോധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.